ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ ദഹ്റാനിലെ ടയോട്ടയുടെ ഷോറൂമിലാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 2024 ഏറ്റവും പുതിയ ടയോട്ട പ്രാഡോ ആണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇങ്ങനെയാണ് ഏറ്റവും പുതിയ ടയോട്ട പ്രാഡോയുടെ മുൻവശം. നമ്മൾ മുൻവശത്ത് നിന്ന് കാണുമ്പോൾ ഇത് ശരിക്കും ഒരു ഡിഫൻഡറിൻ്റെ അതേ രൂപം പോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യുക. പ്രാഡോ ശരിക്കും ഒരു ഒതുക്കം വന്ന പോലത്തെ ഒരു രൂപമാണിത്. ഒറ്റനോട്ടത്തിൽ ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ലാൻഡ് റോവർ ഡിഫൻഡർ പോലെ തന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, അതിൻ്റെ ഫോഗ് ലാമ്പ്, പിന്നെ ബമ്പറിനോട് ചേർന്ന് ഈ ഭാഗത്തൊരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ടോണിലാണ് ഇതിൻ്റെ ഗ്രില്ല് വന്നിട്ടുള്ളത്. താഴെ എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, മുകളിലൊരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലോഗോ അതിന് പകരം ഇവിടെ ടയോട്ട എന്ന് എഴുതിയിട്ടാണുള്ളത്. അത് പഴയൊരു വിൻറ്റേജ് ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഡ്യുവൽ ടോൺ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിഫൻഡർ പോലെ തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. വശക്കാഴ്ചയിലും അത് കുറച്ചൊക്കെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. വീലാർച്ചൊക്കെ പുറത്തേക്ക് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ ടയർ സൈസ് വന്നിട്ട് 265/70R18 ആണ്. ഓഫ് റോഡിനൊക്കെ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു പൗരുഷം നിറഞ്ഞൊരു അലോയ് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. വശക്കാഴ്ചയിൽ ബോഡി ലൈനുകളൊക്കെ കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്, എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ബോണറ്റിനോട് ചേർന്ന് ഈ ഭാഗത്ത് ടെർബോ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഉണ്ട്. മിറർ ഡിഫൻഡറിൻ്റേത് പോലെ തന്നെ സെയിം അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നൊരു മിററാണ്. അതിൽ ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിൽ ബോഡി കളറല്ല, ബ്ലാക്ക് കളറാണ്. ഇത് ഫുൾ ഓപ്ഷൻ മോഡലാണ്. 5 നിറങ്ങളിലാണ് ടൊയോട്ട പ്രാഡോ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, ഗ്രേ, സാൻഡ് എന്നീ 5 നിറങ്ങളിലാണ് ടൊയോട്ട പ്രാഡോ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിൽ നിന്നും വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. വളരെ ഭംഗിയുള്ളൊരു ടെയിൽ ലാമ്പാണ്. ലാൻഡ് ക്രൂസർ പ്രാഡോ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട് ഇടതുവശത്ത്. വലതുവശത്ത് ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ, മുകളിൽ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ സ്പോയിലർ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ കളറാണ്. ഈ വാഹനം ഫുൾ ഓപ്ഷൻ മോഡലാണ്. ടൊയോട്ട പ്രാഡോയുടെ 7 വേരിയൻറ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അതിൽ 2 എണ്ണം 2.8 ലിറ്റർ ടെർബോയും ബാക്കി 5 എണ്ണം 2.4 ലിറ്റർ ടെർബോയാണ്. ടൊയോട്ട പ്രാഡോയുടെ 2.4 ലിറ്റർ ടെർബോ 4 സിലിണ്ടർ എഞ്ചിൻ നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6000 RPMൽ 267 ഹോഴ്സ് പവർ. അതുപോലെ 2.8 ലിറ്റർ 4 സിലിണ്ടർ ടെർബോ നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3400 RPMൽ 201 ഹോഴ്സ് പവറാണ്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 4930 mm, വിഡ്ത്ത് വരുന്നത് 1980 mm ആണ്. അതുപോലെ ഹൈറ്റ് വരുന്നത് 1925 mm ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ നിറത്തിലുള്ള ഒരു ഇൻറ്റീരിയർ ടോണാണ് ഈ വാഹനത്തിലുള്ളത്. വളരെ ഭംഗിയുള്ളൊരു ഇൻറ്റീരിയറാണ്. മികച്ച തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഒക്കെ ഉള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് ഈ വാഹനത്തിലുള്ളത്. ഡോർ പാഡും വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഡോർ പാഡും വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോയുടെ കൺട്രോൾ, അതിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും വളരെ ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിൽ എവിടെയും നമുക്ക് ടയോട്ടയുടെ ലോഗോ കാണാൻ പറ്റില്ല. പകരം ടയോട്ട എന്ന് എഴുതിയിരിക്കുകയാണ്. അതായത് സ്റ്റിയറിങ്ങിൻ്റെ മധ്യഭാഗത്ത് പോലും ടൊയോട്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോഗോ പാടെ നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസിക്
ഫീലൊക്കെ തോന്നുന്നൊരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ട് അത്. ഡാഷ്ബോർഡും ഒറ്റ നോട്ടത്തിൽ വളരെ പ്രീമിയം ലുക്കും അതുപോലെ സിമ്പിളാണ്, കാണാൻ വളരെ എലഗൻ്റാണ്. 10.5 ഇഞ്ച് സ്ക്രീനാണ്, ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഗിയർ നോബിൻ്റെ അടുത്ത് ഇതിൻ്റെ ഓഫ് റോഡിൻ്റെയും മറ്റുമൊക്കെയുള്ള സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മധ്യത്തിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോ സീറ്റും നല്ല രീതിയിൽ തൈ സപ്പോർട്ടൊക്കെ ഉള്ളൊരു സീറ്റാണ്. ഇത്രയൊക്കെയാണ് 2024 പുതിയ ടൊയോട്ട പ്രാഡോയുടെ വിശേഷങ്ങൾ. ഷോറൂമിൽ നല്ല തിരക്കായതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.